ഇന്നുണ്ടല്ലോ എൻ്റെ കോളേജിൽ ഒരിക്കൽ കൂടി പോകാനുള്ള അവസരം കിട്ടി. ഈ ഒരു കഥ പറയുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ കഥകളാവും പറയാനുള്ളത്. 2021-25 കാലഘട്ടം ഈ ഒരു ബാച്ചിൻ്റെ കൂടെ ഏതൊരു കാര്യത്തിനും ഞാനും വിപിൻ സാറും ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു തന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് നന്ദി. പഠിക്കാൻ മിടുക്കരായ ചിലരെങ്കിലും ഈ കോഴ്സ് നിർത്തിപ്പോവുക എന്ന് പറയുമ്പോൾ അവർ ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു നിമിത്തമാവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. എല്ലാ വർഷവും കോൺവെക്കേഷൻ ഉണ്ടെങ്കിലും ഇത്തവണത്തെ കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യുമ്പം ഒരു മനസ്സിലൊരു ചെറിയ നീറ്റലുണ്ട്. കാരണം ഈ ഒരു കുട്ടികൾ ഇറങ്ങുമ്പം ഞാനും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരുപാട് ഓർമ്മകളൊക്കെ ആയിട്ട് എനിക്കിനി ഇവിടുത്തെ ഡ്യൂട്ടീസ് ഒന്നുമില്ല. അങ്ങനെ കോൺവെക്കേഷന് കഴിഞ്ഞിട്ട് ഫോട്ടോ സെഷന് സമയമായി. ഈ ഒരു ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഓർമ്മകൾ ഒരുപാടാണ്. ഓണം, ക്രിസ്മസ്, ആർട്സ് ഫെസ്റ്റ്, പിന്നെ ക്ലാസ്സിൽ ചെന്ന് ഷൗട്ട് ചെയ്യുന്നതും അവരെ വഴക്ക് പറയുന്നതും ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നതും ഒക്കെ. അങ്ങനെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേന് പിള്ളേരൊക്കെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ബി കണക്റ്റഡ്, വേറെ ഒന്നും പറയാനില്ല. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തിരിച്ചെത്തിയപ്പോൾ ഉണ്ടല്ലോ, വീണ്ടും ഒരു സർപ്രൈസ്. എനിക്ക് എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ഫെയർവെൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജൂലൈ 1 ഞാൻ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും തിരക്കായതുകൊണ്ട് തന്നെ അന്ന് ഇങ്ങനെ മീറ്റിംഗ് വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. ആ ഒരു വിഷമം ഇന്നങ്ങ് തീർത്ത് കേട്ടോ. പിന്നെ പിള്ളേരുമായിട്ട് ലാസ്റ്റ് കത്തിയൊക്കെ അടിച്ചിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈ ബൈ.